Dears, welcome back to ArcNext. So structure of atom പഠിക്കാനുള്ള ഒരു ഈസി ട്രിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓരോ ഫസ്റ്റ് ട്രിക്ക് നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ ട്രിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, പെട്ടെന്ന് പഠിക്കാം. രണ്ടാമത്തെ ട്രിക്കാണ്. ഒന്നാമത്തെ ട്രിക്ക് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം കാണുക. 1 മിനിറ്റോ 2 മിനിറ്റോ ചെലവഴിക്കണ്ടു. 2-3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ലേ? ചോദ്യം നോക്കാണ്. 2 ഓർബിറ്റിൽ തന്നിട്ട് അവരുടെ എനർജി കമ്പയർ ചെയ്യാൻ ചോദിക്കുക. അതായത് ആർക്കാണ് എനർജി കൂടുതൽ? 1 മാർക്ക് ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക. 1 മാർക്ക് ക്വസ്റ്റൻ അറിയാലോ. 1 മാർക്ക് ക്വസ്റ്റൻ മിസ്സായാൽ ഫുൾ മാർക്ക് മിസ്സാവും. റെഡി അല്ലേ? അപ്പൊ ഈസി ആണ്, ഒന്നുമില്ല. 3s ഉം 3p ഉം എങ്ങനെയാണ്? 3s ഉം 3p ഇവരിൽ ആർക്കാണ് എനർജി കൂടുതൽ? നമുക്ക് കാണുന്നുണ്ടോ? 3s ഉം 3p ഉം ആർക്കാണ് എനർജി കൂടുതൽ? യെസ്. അപ്പൊ ഒന്നുമില്ല, ആദ്യം നിങ്ങൾ ഈ കാണുന്ന 3 അങ്ങനെ എടുത്ത് എഴുതുക. 4s ആണെങ്കിൽ 4 എഴുതുക, 5s ആണെങ്കിൽ 5 എഴുതുക, 6s ആണെങ്കിൽ 6 എഴുതുക. 3 എഴുതി. അതിനോട് എന്ത് ആഡ് ചെയ്യണം? ആർട്ടി എസിന്റെ എൽ വാല്യൂ. എസിന്റെ എൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ല, സബ്ഷെല്ലുകൾ അങ്ങനെ എഴുതുക. SPDF എന്നിട്ട് ഓരോന്നിനും 0, 1, 2, 3 എന്ന് നമ്പർ കൊടുത്താൽ മതി. അപ്പൊ എസ് എന്ന് പറയുമ്പോ എൽ വാല്യൂ എത്ര? എസിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോ 3s എന്ന് പറയുമ്പോൾ 3 + 0. 3 + 0 എത്രയാ? 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3p യോ? ഒന്നുമില്ല, 3p യുടെ 3 എടുത്ത് എഴുതുക. 4p ആയിരുന്നെങ്കിൽ 4 എടുത്ത് എഴുതുക. ഇനി p യുടെ എൽ വാല്യൂ എത്രയാ? 1. അപ്പൊ 3 + 1 which is equal to 4. ഇനി നിങ്ങൾ നോക്കുക, 3 ആണോ വലുത് 4 ആണോ വലുത്? 4 ആണ് വലുത്. അപ്പൊ എനർജി കൂടുതൽ ആർക്കായിരിക്കും? 3p ക്കായിരിക്കും. കാരണം ഇതിന്റെ ഓണർ 3p. അപ്പൊ 3p. യെസ്, അങ്ങനെയാണ് അടുത്ത RTGF. 3d യും 4s. യെസ്, ഞാൻ പറഞ്ഞു എഴുതിക്കോളൂ. 3d യും 4s ഉം. ഇത് n+l റൂൾ എന്നാണ് പറയുന്നത്. അതൊന്നും പറഞ്ഞ് നമ്മള് യെസ്. ആദ്യം നിങ്ങൾ ഈ കാണുന്ന 3 അങ്ങനെ എടുത്ത് എഴുതുക. അതേപോലെ ഇവിടെ 4sന്റെ 4 അങ്ങനെ എടുത്ത് എഴുതുക. അപ്പൊ 3d യുടെ 3 എഴുതി. ഇനി d ന്റെ എൽ വാല്യൂ എത്രയാ? 2. 3 + 2 ചെയ്യുക, 5 കിട്ടും നിങ്ങൾക്ക്. 5 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. 4sന്റെ 4 നമ്മൾ അങ്ങനെ എടുത്തു. 4 + 0. എസിന്റെ എൽ വാല്യൂ എത്രയാ മക്കളെ? 0. അപ്പൊ 4 + 0 4. ഏതാ വലുത്? 5 ആണോ 4 ആണോ? 5 ആണ് വലുത്. 5 ആണ് വലുത്. അപ്പൊ 3d ക്കാണ് 4sനേക്കാളും എനർജി കൂടുതൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഒരുപാട് ട്രിക്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. 6 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. 6ഉം കാണുക. എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറന്നു. റെഡി, ബൈ.